الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പതിവാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ സംസാരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലുടനീളം വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ നടത്തിയതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അമ്പിയാക്കളുടെ പ്രാർത്ഥനകൾ ധാരാളം പരിശുദ്ധ ഖുർആനിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് പ്രാർത്ഥനയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അഫ്ളലുൽ ഇബാദത്തി അദ്ദുആ. ദുആയിൽ ഏറ്റവും ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രാർത്ഥനയാണ്, ദുആ ആണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറയുകയാണ്, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, ഖദ് അമറകുമുല്ലാഹു അൻ തദ്ഉ. അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചു. വവഅദകും അൻ യസ്തജീബ ലക്കും. അങ്ങനെ ദുആ ചെയ്താൽ ദുആഇന് നിങ്ങൾക്ക് ഉത്തരമുണ്ട് എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് ഇബാദാത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അങ്ങനെ ദുആ ചെയ്താൽ അതിന് ഉത്തരം ലഭിക്കും എന്നത് അള്ളാഹു നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ്. അതിന് ധാരാളം തെളിവുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്, ഹദീസുകളിലുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതായി. ഇവിടെ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത പലപ്പോഴും ആളുകൾക്ക് അറിയാമെങ്കിൽ തന്നെയും അതിന് പ്രാവർത്തികമാക്കുന്നവർ വളരെ തുച്ഛമാണ്. യഥാവിധം അള്ളാഹുവിനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവായി നടത്തിയിരുന്ന ഒരു പ്രാർത്ഥന വളരെ ലളിതമായ ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ അത് വളരെ പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ടതുമാണ്. എത്രത്തോളം എന്നാൽ ഉലമാക്കൾ അതിനെ വിശദീകരിക്കുന്നത് ഒരാളുടെ ദുനിയാവും ആഖിറവും
അതിലേക്ക് എന്താണോ അവരാവശ്യമുള്ളത് അതെല്ലാം ഉൾക്കൊള്ളിക്കുന്നതാണ് ആ പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ പ്രാർത്ഥനകളുടെയും സവിശേഷതയാണത്. വളരെ ചുരുങ്ങിയ വാക്കുകളായിരിക്കും ഉണ്ടാവുക, എന്നാൽ ധാരാളം അർത്ഥതലങ്ങൾ ഉണ്ടാകും. എന്താണോ ഒരു മനുഷ്യന് ആവശ്യമുള്ളത് അതെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ പഠിക്കുക. നമ്മുടെ വകയായി പ്രാർത്ഥനകൾ നിർമ്മിച്ചുണ്ടാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളാണ്. അതിൻ്റെ പ്രത്യേകത അള്ളാഹുവാണ് വഹയ്യായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നത് എന്നാണ് ആ പ്രാർത്ഥനകൾ. കാരണം ദീനിയായ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും തന്നെ തൻ്റെ സ്വയം ഇഷ്ടപ്രകാരം നിർമ്മിച്ചുണ്ടാക്കുകയില്ല, ചെറിയ കാര്യമാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭൂമിയിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കറിയില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹു പറഞ്ഞു തന്നാൽ പറയാം എന്ന് പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ ചോദിച്ചു എന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ വഹ്യ് കൊണ്ട് കൊടുത്തു. അള്ളാഹുവിൻ്റെ മസ്ജിദുകളാണ് ഏറ്റവും അള്ളാഹുവിന് പ്രിയങ്കരമായ ഭൂമിയിലെ സ്ഥലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയില്ല. നമ്മുടെ അടുക്കൽ പല പല ചോദ്യങ്ങൾ വരുമ്പോഴും നമ്മൾ ധാരാളം ഉത്തരങ്ങൾ പറയും, അതിന് പ്രത്യേകിച്ച് ആധാരങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വരെയും അള്ളാഹുവിങ്കൽ നിന്നുള്ള അനുമതി പ്രകാരം മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് പ്രാർത്ഥന പഠിപ്പിച്ചുവോ അത് അള്ളാഹു പറഞ്ഞു കൊടുത്തതാണ്, വഹയ്യായി നൽകപ്പെട്ടതാണ് ആ പ്രാർത്ഥന. അപ്പം അള്ളാഹ് പറയണതാ ഈ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിക്കുക. അതിനേക്കാൾ വലിയ വേറെ ഏത് പ്രാർത്ഥനയാണുള്ളത്? ആളുകൾ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകളുടെ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെടാത്ത, വന്നിട്ടില്ലാത്ത അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ആരെങ്കിലും ക്രോഡീകരിച്ച് പ്രാസം ഒപ്പിച്ചുകൊണ്ടുള്ള അദ്കാറുകളും സ്വലവാത്തുകളും അത് മാറ്റിവെക്കേണ്ടതാണ്. കാരണം അതിനേക്കാൾ ശ്രേഷ്ഠമായത് അള്ളാഹു പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമുള്ള പ്രാർത്ഥനകളാണ്. മനുഷ്യനിർമ്മിതങ്ങളായ പ്രാർത്ഥനകളിൽ അതിൽ ചിലപ്പോൾ വലിയ അപകടങ്ങളും ഉണ്ടായേക്കാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം. ഒരു സ്വഹാബി ഒരിക്കൽ ഒരു ദുആ ചെയ്തു, വലിയ നാശം പിണഞ്ഞു ആ സ്വഹാബിക്ക്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബി സന്ദർശിക്കാൻ പോയി, രോഗമായി കിടക്കുകയാണ്. അദ്ദേഹം വളരെ ക്ഷീണിച്ചവശനായിക്കൊണ്ട് പറക്കാൻ സാധിക്കാത്ത കിളിക്കുഞ്ഞ് കിടക്കുന്നത് പോലെ വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കൾ എന്തെങ്കിലും പ്രാർത്ഥന നടത്തിയിരുന്നോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, നീ ആഖിറത്തിൽ എന്നെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ശിക്ഷ എനിക്കിപ്പോൾ ഭൂമിയിൽ തന്നേക്ക് എന്ന് പ്രാർത്ഥിച്ചു പോയി. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ ലഭിച്ചാൽ അത് താങ്ങാൻ സാധിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, നിനക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാമായിരുന്നില്ലേ? ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവേ, ഖൈർ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് ചോദിക്കാമായിരുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകളിൽ അബദ്ധങ്ങൾ ഉണ്ടാവുകയില്ല. ചിലപ്പോൾ നാം ഉണ്ടാക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക് നമ്മുടെ മനസ്സ് പറയും നല്ല പ്രാർത്ഥനയായിരിക്കുമെന്ന്, പക്ഷെ അതിലായിരിക്കില്ല നന്മ അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിലായിരിക്കും. അതുകൊണ്ട് അത് നല്ല രീതിയിൽ കണിശമായി പിന്തുടരാൻ വിശ്വാസി പരിശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ പഠിക്കുക. ധാരാളം പ്രാർത്ഥനകളുണ്ട്, എല്ലാം വളരെ ലളിതമാണ്. 2, 3, 4 വാക്കുകളിൽ തന്നെ ഒതുങ്ങുന്ന പ്രാർത്ഥനകൾ ധാരാളമാണ്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്. ഇതിൽ 4 കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ പറയുന്നത്. 4 കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്, കാവൽ ചോദിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്. അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്. അല്ലാഹുവേ, ഞാൻ നിന്നോട് അഭയം തേടുകയാണ്, രക്ഷ ചോദിക്കുകയാണ്.
എന്തിൽ നിന്നാണ് അഭയം ചോദിക്കുന്നത്? മിൻ സവാലി നിഅമതിക്, നീ നൽകിയിരിക്കുന്ന നിഅമത്തുകൾ നീങ്ങിപ്പോകുന്നതിനെ തൊട്ട്. നീ ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും ചെയ്ത അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വഇൻ തഅദ്ദു നിഅമതല്ലാഹി വഇൻ തുഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ എണ്ണിയാൽ അതിനെ തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. എണ്ണാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. അത് തിട്ടപ്പെടുത്തി ഇത്രയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അത്രയധികം നിഅമത്തുകൾ ഓരോ നിമിഷവും ഓരോ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ നീങ്ങിപ്പോകരുത്. അത് ഓരോ മനുഷ്യന്റെ ആഗ്രഹമാണ്. നമുക്ക് എന്തെങ്കിലും ലഭിച്ചാൽ അത് നിലനിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. സന്താനങ്ങൾ, ഇണകൾ, അതേപോലെ തന്നെ സമ്പത്ത്, കച്ചവടം, നമുക്ക് നൽകപ്പെട്ട ഏതേത് അനുഗ്രഹങ്ങളാകട്ടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ അനുഗ്രഹങ്ങളെ എടുത്തെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. അല്ലാഹുവേ, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച, കേൾവി, സംസാരം, അതേപോലെ തന്നെ എൻ്റെ മുൻഭാഗം, പിൻഭാഗം, വലത്, ഇടത്, സകലതിനെയും നീ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ വ്യത്യസ്ത കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കലുണ്ട്. അപ്പോൾ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടുവോ എല്ലാം അതിൽ തന്നെ പെട്ടു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്, നീ നൽകിയിരിക്കുന്ന നിഅമത്തുകൾ നീങ്ങിപ്പോകുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. അള്ളാഹു ഒരു മനുഷ്യന് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തിരിച്ചറിയാൻ, അവനെ മനസ്സിലാക്കാൻ, അവന്റെ മുന്നിൽ സുജൂദുകൾ അർപ്പിക്കാൻ, അവനെ തിരിച്ചറിഞ്ഞ് ഇബാദത്തുകൾ ചെയ്യാൻ അതിനുള്ളതായ സൗഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്, ഹിദായത്ത് ലഭിച്ചു എന്നുള്ളതാണ്. അള്ളാഹു ഒരു മനുഷ്യനെ നേർവഴിയിലാക്കി. ഇത് വലിയ അനുഗ്രഹമാണ്. ഇത് ലഭിക്കാത്ത ആളുകളാണ് ഭൂമിയിൽ എക്കാലത്തും ബഹുഭൂരിപക്ഷം ആളുകളും. അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിക്കാത്തവരായിരുന്നു. പരിശുദ്ധ ഖുർആൻ വ്യത്യസ്ത ശൈലികളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അധിക ജനങ്ങളും നന്ദികെട്ടവരായിരിക്കും, അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാത്തവരായിരിക്കും, ആഖിറത്തെ സംബന്ധിച്ച ബോധമില്ലാത്തവരായിരിക്കും എന്ന് പല സ്ഥലങ്ങളിൽ പല രീതികളിൽ പറയുന്നുണ്ട്. അപ്പൊ ഹിദായത്ത് നമുക്ക് നൽകി എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അമ്പിയാക്കന്മാരുടെ മക്കൾക്ക് നൽകാത്തതാണ് ഈ ഹിദായത്ത്. പല അമ്പിയാക്കന്മാരുടെയും മക്കൾക്ക് നൽകപ്പെട്ടിട്ടില്ല. നൂഹ് അലൈഹിസ്സലാമിന്റെ മക്കൾ, ഭാര്യ, ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിതാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ, ഇങ്ങനെ ധാരാളം അമ്പിയാക്കന്മാരിലേക്ക് ചേർക്കപ്പെടുന്ന അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ വരെയും അവർക്ക് നൽകപ്പെടാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹിദായത്ത് എന്നുള്ളത്. ഹിദായത്ത് നഷ്ടപ്പെടുക എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഇതാണ് ഒരു മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും സുപ്രധാനമായത് ഇത് തന്നെയാണ്. ഇത് ആർക്ക് നഷ്ടപ്പെട്ടുവോ അവന് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അവന് പിന്നെ എന്തുണ്ടായതുകൊണ്ടും ഒരു കാര്യവുമില്ല. അവന് വലിയ സ്ഥാനമാനങ്ങളുള്ളവനായിരിക്കാം, സമ്പത്തുള്ളവനായിരിക്കാം, വലിയ അനുഗ്രഹങ്ങൾ അവൻ അനുഭവിക്കുന്നുണ്ടാകാം. പക്ഷേ അത് വ്യർത്ഥമാണ്. എപ്പോഴാണോ മരിക്കുന്നത് അതോടെ പൂർണ്ണമായിട്ടും അവസാനിച്ചു. കാലാകാലം നരകത്തിന്റെ അവകാശിയായി അവൻ പരിണമിക്കും. ഹിദായത്ത് ഒരാൾക്ക് ലഭിച്ചു, ദുനിയവിയായ ഭൗതികമായ പല അനുഗ്രഹങ്ങളും അവന് തടയപ്പെട്ടിട്ടുണ്ട് എങ്കിലും അവൻ സൗഭാഗ്യവാനാണ്, അവൻ വിജയിക്കുന്നവനാണ്. പരിശുദ്ധ ഖുർആനിൽ പ്രാർത്ഥന കാണാം, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകി, ആ ഹിദായത്തിന് ശേഷം ഇനി ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വഴിതെറ്റിച്ച് കളയരുതേ എന്നുള്ള പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണ്? യാ മുഖല്ലിബൽ ഖുലൂബ് അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. വഹി നൽകപ്പെടുന്ന പരിശുദ്ധ ഖുർആൻ ആരിലേക്കാണ് അവതീർണമായത്? ജനങ്ങൾക്ക് ഈമാൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത, അവർക്ക് തഖ്വ പഠിപ്പിച്ചു കൊടുത്ത, ഈമാനിന്റെ വലിയ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, നിരന്തരം പ്രാർത്ഥിക്കുമാണ് എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. അള്ളാഹു എന്നെ നീ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണമേ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഖുതുബുകളിലഖിലം വസിയത്ത് ചെയ്യുമായിരുന്നു.
യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കുമായിരുന്നു. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അനുഗ്രഹങ്ങൾ തടയപ്പെടാതിരിക്കാനുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈമാൻ നഷ്ടപ്പെടാതിരിക്കുക. അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണ്, അവർ ഇഷ്ടപ്പെട്ട ആളുകളാണ് ഹിദായത്ത് സിദ്ധിച്ച ആളുകൾ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനിരയായ അവന് ഇഷ്ടപ്പെട്ട ആളുകളുടെ ആ ലിസ്റ്റിൽ നിന്ന് മാറിപ്പോകുക, ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്. പലപ്പോഴും ആളുകൾ വേറെ പല കാര്യങ്ങൾക്കും എത്രയോ ജാഗ്രതയാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ നാടുകളിൽ SIR നടക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടെ ഓരോ ആളുകളും ധാരാളം സമയമെടുത്ത് പല ആളുകൾ വിളിച്ചു ചോദിച്ച് ധാരാളം വീഡിയോകൾ സെർച്ച് ചെയ്ത് കണ്ട് എത്ര സൂക്ഷ്മമായിട്ടാണ് അതിൻ്റെ പ്രോസസ്സ് അവർ നിർവഹിക്കുന്നത്. നല്ലത് തന്നെയാണ്. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി എത്ര ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗലോകത്തിൽ അവൻ്റെ അനുഗ്രഹങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നത് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും, ഈ ഹിദായത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതിൽ നിന്ന് ഞാൻ തെന്നിപ്പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് വിശ്വാസികൾ മുൻഗണന കൊടുക്കേണ്ടതുണ്ട്. ഹിദായത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹ്യ് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് മക്കയിൽ ഇസ്ലാമിന്റെ വളർച്ചയിൽ അവർ ഉറബാക്കളായിരുന്നു. വളരെ ശുഷ്കം സഹാബികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് നൽകപ്പെടുന്നു. പരിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ അവതീർണമായാൽ സഹാബികൾക്ക് സന്തോഷമാണ്. ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്കുള്ളതായ സന്ദേശമാണത്. ഓരോ ആയത്തുകൾ അവതരിക്കുമ്പോൾ പാത്തും പതുങ്ങിയും ശത്രുക്കൾ കാണാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തും. എന്നിട്ട് അത് അവിടെ നിന്ന് കേൾക്കുമായിരുന്നു സഹാബികൾ. എന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ശത്രുക്കളെ പേടിച്ചുകൊണ്ട് പാത്തും പതുങ്ങിയുമാണ് അവർ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഹിദായത്ത് നിലനിർത്താൻ. പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ഈമാനിന് വർധനമുണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈമാൻ വർദ്ധിപ്പിക്കാൻ, ഹിദായത്ത് നിലനിർത്താൻ പരിശുദ്ധ ഖുർആൻ വായിക്കുക. പലപ്പോഴും പരിശുദ്ധ ഖുർആൻ ഒന്നെടുത്ത് അതിൻ്റെ ഒരു പേജ് വായിച്ചിട്ട് എത്ര കാലമായിട്ടുണ്ടാകും പല ആളുകളും. ഖുർആനിൻ്റെ സന്ദേശങ്ങളിലേക്ക് കടക്കാൻ, അത് നിരന്തരം പാരായണത്തിലേക്ക് കൊണ്ടുവരാൻ വിശ്വാസികൾ ശ്രമിക്കേണ്ടതുണ്ട്. ഹിദായത്ത് നിലനിർത്താൻ ഏറ്റവും നല്ല രീതി അത് തന്നെയാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കുകയാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഉടനെ അള്ളാഹ് മറുപടി പറയുകയാണ്, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാണ് കിതാബ്, മുത്തഖീങ്ങൾക്ക്, സൂക്ഷ്മതയുള്ള ആളുകൾക്ക് വഴികാട്ടി ഇതാണ്, ഇതിലുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഹിദായത്ത് നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക് വ തഹവ്വുലി ആഫിയതിക്. ഇതാണ് രണ്ടാമത്തെ കാര്യം. അല്ലാഹുവേ, നീ എനിക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട്, നീ എനിക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ട്, വ്യത്യസ്ത കാര്യങ്ങളിൽ സൗഖ്യം നൽകിയിട്ടുണ്ട്. അതിൽ നീ ഒരു ചേഞ്ച് വരുത്തരുത്, അതിനെ നീ പെട്ടെന്ന് മാറ്റിക്കളയരുത്. എൻ്റെ ആരോഗ്യത്തെ നീ രോഗമായി പെട്ടെന്ന് പരിണമിപ്പിക്കരുത്. എനിക്ക് സമ്പത്തുണ്ട്, കച്ചവടമുണ്ട്, എനിക്ക് ഭവനങ്ങളുണ്ട്, എനിക്ക് കയറി കിടന്നുറങ്ങാൻ ഉള്ളതായ ഭവനമുണ്ട്. എത്രയോ ആളുകൾക്കാണത് ലഭിക്കാത്തത്. റോഡരികിൽ കിടന്നുറങ്ങുന്ന തുണിക്കഷണങ്ങൾ വെച്ചുകെട്ടിക്കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് മാറി നിന്ന് സ്വന്തം വസ്ത്രമൊന്ന് മാറാൻ പോലും സൗകര്യമില്ലാത്ത സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, എത്രയോ ആളുകളുണ്ട്. അള്ളാഹു എനിക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അതൊരു ആഫിയത്താണ്, അള്ളാഹു നൽകിയ സൗഖ്യം തന്നെയാണ്. ഭക്ഷണമുണ്ട്, കഴിക്കാൻ സാധിക്കാത്ത എത്രയോ ആളുകളാണ് ഉള്ളത്. അപ്പോൾ അള്ളാഹു എനിക്ക് ഭക്ഷണം കഴിക്കാൻ, എനിക്ക് വെള്ളം കുടിക്കാൻ, മലമൂത്ര വിസർജനം നടത്താൻ, ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ്, വലിയ സൗഖ്യങ്ങളാണ് അള്ളാഹു നൽകിയത്. അതിൽ അള്ളാഹു നീ മാറ്റിക്കളയരുതേ. അള്ളാഹു ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിവർത്തനം അത് അവർ പരിണമിക്കുമ്പോഴാണ് അള്ളാഹു പരിണമിപ്പിക്കുന്നതെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്.
ഒരാൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവനായിരുന്നു, നമസ്കരിക്കുന്നവനായിരുന്നു, നോമ്പെടുക്കുന്നവനായിരുന്നു, മാതാപിതാക്കളെ അനുസരിക്കുന്നവനായിരുന്നു, അയൽവാസികളെ അവരോട് മര്യാദ കാണിക്കുന്നവനായിരുന്നു, അവരോടുള്ള കടപ്പാടുകൾ നിറവേറ്റുന്നവനായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ അവരോട് ഇടപെടുകയുള്ളൂ. എപ്പോഴാണ് നിങ്ങൾ ചേഞ്ച് വരുത്തുന്നത്, അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? അവന്റെ അനുഗ്രഹങ്ങൾ ചേഞ്ച് വരുത്തുമെന്നാണ്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ, നീ നൽകിയിരിക്കുന്ന സൗഖ്യം അതിനെ നീ മാറ്റിക്കളയരുതേ, പെട്ടെന്ന് മാറ്റം വരുത്തരുതേ. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, മിമ്പറിൽ കയറി നിന്നുകൊണ്ട് കരയുകയാണ്. കരഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയുടെ 1-ാം വർഷം മിമ്പറിൽ കയറി നിന്ന് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ ദുആ ചെയ്യണം, സൗഖ്യം നൽകാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ, ഒരാൾക്കും തന്നെ ഈമാനിന് ശേഷം സൗഖ്യത്തെക്കാൾ വലിയൊരു അനുഗ്രഹവും നൽകപ്പെട്ടിട്ടില്ല. ഒരാൾക്ക് ഈമാൻ ലഭിച്ചാൽ, ഹിദായത്ത് ലഭിച്ചാൽ, പിന്നീട് അവനക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യമാണ്, സൗഖ്യമാണ്, സന്തോഷമാണ്, നിർഭയത്വമാണ്. ഇത് അള്ളാഹു നൽകിയ സൗഖ്യമാണ്, അതിനേക്കാൾ വേറെ ഒന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ദുആ ചെയ്തുകൊള്ളുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ദുനിയാവും ആഖിറവും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഈ പ്രാർത്ഥന. ആർക്കാണോ യഖീൻ ഉള്ളത്, യഖീൻ ഒരാൾക്കുണ്ട് എങ്കിൽ അവന്റെ ആഖിറം രക്ഷപ്പെട്ടു. ആർക്കാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകുന്നത്, ആരോഗ്യം നൽകുന്നത്, സൗഖ്യം നൽകുന്നത്, അവന്റെ ദുനിയാവും സുഖകരമായിരിക്കും എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, നബിയെ, ഏറ്റവും പ്രധാനപ്പെട്ട അഫ്ളലായ പ്രാർത്ഥന ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലില്ലാഹൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും വിട്ടുവീഴ്ച ലഭിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എനിക്ക് വിട്ടുവീഴ്ച നൽകണം, എനിക്ക് പുറത്തു തരണം, അതുപോലെ എനിക്ക് സൗഖ്യം നൽകണം. ഇതിനുവേണ്ടി നീ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയൽ മാത്രമല്ല, അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വൈകുന്നേരവും രാവിലെയും ഒഴിവാക്കാത്ത പ്രാർത്ഥനകളിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വ ദുനിയായി, അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നീ എനിക്ക് വിട്ടുവീഴ്ച നൽകണം, സൗഖ്യം നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹിദായത്ത് തന്നെയാണ്. അതേപോലെ തന്നെ സൗഖ്യം, ഇത് നിലനിൽക്കണം, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, രക്ഷ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക് വ തഹവ്വുലി ആഫിയതിക്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പറഞ്ഞു വന്നത്. 4 കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, അള്ളാഹുവെ നീ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് നീക്കിക്കളയരുത്, അതിനെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. നീ നൽകിയിരിക്കുന്ന സൗഖ്യം അതിൽ മാറ്റം വരുന്നതിനെ തൊട്ട്, ഇപ്പോൾ ആരോഗ്യമുണ്ട്, ആരോഗ്യമില്ലാതെയാകുന്ന ഒരവസ്ഥ, എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നില്ല, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, മറ്റുള്ള ആളുകളെ ആശ്രയിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുന്ന ഒരവസ്ഥ, അതിലേക്ക് എൻ്റെ അവസ്ഥയെ പെട്ടെന്ന് മാറ്റരുതേ എന്നുള്ള പ്രാർത്ഥന. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വഫുജാഅതി നിഖ്മതിക്, അല്ലാഹുവേ പെട്ടെന്നുള്ള നിന്റെ പിടുത്തം, നിന്റെ ശിക്ഷ, അതിനെ തൊട്ട് ഞാൻ നിന്നോട്
കാവൽ ചോദിക്കുകയാണ്, രക്ഷ ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അതല്ലെങ്കിൽ മരണം, ഇത് വളരെ പെട്ടെന്ന് പൊടുന്നനെ പ്രതീക്ഷിക്കാതെ വന്നു ചേരുക എന്നുള്ളത് അപകടം പിടിച്ച കാര്യമാണ്. നല്ല സ്വാലിഹീങ്ങളായ കൃത്യമായി അള്ളാഹു അനുസരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അതൊരു പക്ഷെ അനുഗ്രഹമായിരിക്കാം. പക്ഷെ പാപികളായ തിന്മകളിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയുമില്ലാതെ പെട്ടെന്ന് അള്ളാഹു അവന്റെ റൂഹ് പിടിക്കുക, ഇത് പലപ്പോഴും തൗബക്കുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടും. മരിക്കാറായി എന്നുള്ള ബോധം ഒരാൾക്കുണ്ടാകുന്നില്ല. അത് ഏതു മനുഷ്യനും എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. പക്ഷേ മനുഷ്യ സഹജമാണ്, മറന്നു ജീവിക്കുകയാണവൻ. പെട്ടെന്നുള്ള പിടുത്തം വന്ന് പിടിക്കുമ്പോൾ അതൊരു പക്ഷേ തൗബയില്ലാതെ മരണപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയേക്കാം. അതല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു നാട്ടിലേക്ക് വലിയ ശിക്ഷ വന്നിറങ്ങുക പൊടുന്നനെ, ഇതെല്ലാം അതിനകത്ത് പെടും. പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ ഇത് ചോദിക്കുന്നുണ്ട്. അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ, ആ നാട്ടുകാർ അവർ നിർഭയരായി ജീവിക്കുകയാണോ, ഒരു പേടിയുമില്ലാതെ? നമ്മുടെ ശിക്ഷ രാത്രിയിൽ വഹും നായിമൂൻ, ഉറങ്ങുന്നതായ സമയത്ത് അവരിലേക്ക് എത്തും എന്നുള്ള പേടിയൊന്നും അവർക്കില്ലേ? പേടിയില്ലാതെ അവ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണോ? അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ദുഹൻ വഹും യൽഅബൂൻ, അതല്ലെങ്കിൽ പകൽ സമയത്ത് അവർ കളിച്ചുല്ലസിച്ചിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ശിക്ഷ അവരിലേക്ക് വന്നെത്തും എന്നുള്ളതിനെ അവർ ഭയക്കുന്നില്ലേ? അവർ നിർഭയരായി ജീവിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മരണത്തിന് വേണ്ടി എപ്പോഴും ഒരുങ്ങി തയ്യാറായിരിക്കുക. എപ്പോഴാണോ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി കൊണ്ട് മരണം വരിക്കേണ്ടത്, അപ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിയിലായിരിക്കണം അവൻ മരിക്കേണ്ടത്. പെട്ടെന്ന് ഒരു പക്ഷേ മരണം വരുമ്പോൾ തൗബ ചെയ്യാൻ സാധിക്കാതെ, അതല്ലെങ്കിൽ വീട്ടേണ്ട കടപ്പാടുകൾ വീട്ടി തീർക്കാൻ സാധിക്കാതെ അപകടം അവന് സംഭവിച്ചേക്കാം. ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുഖകരമായ കാര്യമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. വഅഊദു ബിക വഫുജാഅതി നിഖ്മതിക്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക് വതഹവ്വുലി ആഫിയതിക് വഫുജാഅതി നിഖ്മതിക്, നിന്റെ പെട്ടെന്നുള്ളതായ പിടുത്തം, അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജമീഇ സഖ്തിക്, നിന്റെ എല്ലാവിധ കോപങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം ഒരാൾക്കേറ്റാൽ അവൻ പരാജയപ്പെട്ടു. അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഒരു മനുഷ്യന്റെ ആഗ്രഹം, ഒരാളുടെ തേട്ടം അതിനു വേണ്ടിയായിരിക്കണം. അള്ളാഹുവിന്റെ കോപമാണ് ഒരാൾക്കുണ്ടാകുന്നത് എങ്കിൽ അപകടമാണ്. ഇതും ഒരു വിശ്വാസി നിരന്തരം അള്ളാഹുവിനോട് രക്ഷ ചോദിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരം ദുആ ചെയ്യുമായിരുന്നു അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാത്രിയിൽ വിരിപ്പിൽ കാണുന്നില്ല. അങ്ങനെ ഞാൻ അന്വേഷിക്കുമ്പോൾ കൈകൊണ്ടിങ്ങനെ തപ്പി നോക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് കാൽപാദങ്ങൾ നാട്ടുവച്ചിരിക്കുകയാണ് സുജൂദിൽ. അതിനാണ് എൻ്റെ കൈ സ്പർശിച്ചത്. മാത്രമല്ല വഹുവ യഖൂൽ, അങ്ങനെ സുജൂദിൽ കിടന്നുകൊണ്ട് രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ അഊദു ബിറിദാക മിൻ സഖതിക്, അല്ലാഹു നിന്റെ തൃപ്തിയെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് നിന്റെ കോപത്തിൽ നിന്നുള്ളതായ രക്ഷ. നീ എൻ്റെ മേൽ കോപിക്കരുത്. നീ ആരുടെ മേലാണോ കോപിക്കുന്നത് അവർ പരാജയപ്പെട്ടവരാണ്. അതുകൊണ്ട് നിന്റെ കോപത്തെ തൊട്ട് ഞാൻ രക്ഷ ചോദിക്കുകയാണ്. വബിമുആഫാതിക മിൻ ഉഖൂബതിക്, നിന്റെ സൗഖ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ കോപം ഏറ്റുവാങ്ങാതിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കോപമേൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും വിശ്വാസികൾ ആദ്യം ശ്രമിക്കണം. ഹിദായത്ത് ലഭിക്കാൻ ശ്രമിക്കണം. ആരോഗ്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ പെട്ടെന്നുള്ളതായ അപകടം വിളിച്ചു വരുത്താതിരിക്കാൻ ശ്രമിക്കണം. അള്ളാഹുവിന്റെ കോപം നമ്മിലേക്ക് ഇറങ്ങാതിരിക്കാൻ എന്താണോ വേണ്ടത് സ്വീകരിക്കണം. അള്ളാഹു കോപിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ കാണാം, ഗൈരിൽ മഗ്ദൂബി അലൈഹിം, കോപിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ വഴിയിൽ നിന്ന് ഞങ്ങൾ മാറ്റണം, ആ വഴിയിലല്ല നീ ഞങ്ങൾ ചേർക്കേണ്ടത്.
മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, അത് ജൂതന്മാരെ സംബന്ധിച്ചാണ് പറയുന്നത്. അവർക്കറിയാമായിരുന്നു കാര്യങ്ങളെല്ലാം വ്യക്തമായി. ഖുർആൻ പറയുന്നുണ്ട്, സ്വന്തം മക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നത് പോലെ അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. തൗറാത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പ്രകാരം അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്, റസൂലാണ്, നബിയാണ്, അന്തിമദൂതനാണെന്നുള്ള നല്ല ബോധമുണ്ടായി, ഇൽമുണ്ടായി. അവർക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് അവർ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവർ അതിനനുസരിച്ച് അമൽ ചെയ്തില്ല. ഇൽമുണ്ട്, അമലില്ല. കാര്യങ്ങൾ അറിയാം, നമസ്കരിക്കണമെന്നറിയാം, നോമ്പെടുക്കണമെന്നറിയാം, മാതാപിതാക്കളെ അനുസരിക്കണമെന്നറിയാം, അയൽവാസികളെ ഉപദ്രവിക്കരുതെന്നറിയാം, കച്ചവടത്തിൽ കൃത്രിമത്വം കാണിക്കരുതെന്നറിയാം, വഞ്ചന പാടില്ല, ചതി പാടില്ല എന്നറിയാം, കളവ് പറയില്ലെന്നറിയാം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അറിയാം. പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. ഇങ്ങനെ പ്രവർത്തിക്കാതിരിക്കുന്നത് അള്ളാഹുവിന്റെ കോപം വരാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജൂതന്മാരുടെ മേൽ അള്ളാഹു കോപിച്ചു. അവർക്ക് ഇൽമുണ്ടായിരുന്നു, അതനുസരിച്ച് അവർ അമൽ ചെയ്തില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണക്കടക്കയിൽ കടന്നുകൊണ്ട് പറയുന്നുണ്ട്, ലഅനത്തുല്ലാഹിൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്. ജൂത നസാറാക്കളെ അള്ളാഹു ശപിക്കട്ടെ, അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അള്ളാഹുവിന്റെ കോപം ഇറങ്ങാൻ, ലഅനത്ത് ഇറങ്ങാൻ കാരണമായ കാര്യമാണ്. അമ്പിയാക്കന്മാരെ ആരാധിച്ചു എന്നല്ല പറയുന്നത്, അമ്പിയാക്കന്മാരുടെ ഖബറിന്റെ അരികിൽ അവർ മസ്ജിദുകൾ ഉണ്ടാക്കി. എന്നിട്ട് ആ മസ്ജിദിൽ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതിനാണ് അള്ളാഹു അവരോട് കോപിച്ചത്, ലഅനത്ത് ചെയ്തത്. അമ്പിയാക്കന്മാരോട് ഇബാദത്ത് ചെയ്തിട്ടല്ല. അമ്പിയാക്കന്മാരോട് ഇബാദത്ത് ചെയ്യുന്ന കഠിനമായ കുഫ്റാണ്, ശിർക്കാണ്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. അമ്പിയാക്കന്മാരുടെ, സാലിഹീങ്ങളുടെ ഖബറിനരികിൽ പള്ളി ഉണ്ടാക്കുക, എന്നിട്ട് അവിടെ നിന്ന് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നത് വരെയും പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ എത്ര ഗുരുതരമാണ് അമ്പിയാക്കന്മാരോട് ദുആ ചെയ്യുന്നത്, അവരുടെ ഖബറുകൾ തവാഫ് ചെയ്യുന്നത്, അവിടേക്ക് നേർച്ചകൾ അർപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ കോപം വന്ന് പെടാതിരിക്കാനുള്ള മാർഗങ്ങൾ ആരായുകയും വേണം, അത് പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരിൽ ഏറ്റവും നികൃഷ്ടരായ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ഈ വിഭാഗമാണ്, സാലിഹീങ്ങളുടെ, അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ കോപം ഏറ്റുവാങ്ങാതിരിക്കാൻ അതിനുള്ള പണികളെടുക്കുക. അള്ളാഹുവിന്റെ തൃപ്തി വാങ്ങാൻ എന്താണ് വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, റിളല്ലാഹി റിളർ റബ്ബി ഫീ റിളൽ വാലിദൈൻ. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് റബ്ബിന്റെ തൃപ്തിയുള്ളത്. അള്ളാഹുവിന്റെ കോപമുള്ളത് മാതാപിതാക്കളുടെ കോപത്തിലാണ്. സഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈൻ. മാതാപിതാക്കൾക്ക് നിങ്ങളോട് കോപമാണോ? എന്നാൽ അള്ളാഹുവിന് നിങ്ങളോട് കോപമാണ്. മാതാപിതാക്കൾ നിങ്ങളിൽ സംതൃപ്തരാണോ? എന്നാൽ അള്ളാഹു നിങ്ങളിൽ സംതൃപ്തിപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് മാറി നിൽക്കാൻ, സംതൃപ്തി ലഭിക്കാൻ, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ എന്താണോ വേണ്ടത് അത് പ്രാവർത്തികമാക്കി. ഇത് വളരെ സുന്ദരമായൊരു പ്രാർത്ഥനയാണ്, എല്ലാവരും മനഃപ്പാഠമാക്കേണ്ട പ്രാർത്ഥനയുമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക എന്നുള്ള പ്രാർത്ഥന. അള്ളാഹു അതിന് പ്രാവർത്തികമാക്കാനും മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി, പൊരുത്തത്തിലായി ജീവിക്കാനും നാം ഇവർക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.